നല്ല മുഅ്മിനത്തായ ഒരു ഇണയെ നീ ജീവിതത്തിൽ ശേഖരിച്ചോ. നല്ല മുഅ്മിനത്തായ ഈമാനുള്ള ഒരു ഇണയെ കണ്ടെത്തിക്കോ. എന്താ അവളുടെ ഗുണം? തുഈനു അഹദുക്കും അലാ അംറിൽ ആഖിറ. നാളെ നിന്റെ പരലോകത്ത് സ്വർഗത്തിലേക്ക് കൈപ്പിടിക്കുന്ന ഒരു പെണ്ണിനെ നീ ഇണയായി സ്വീകരിച്ചോ. മൊഞ്ചു നോക്കി, അവളുടെ ആഡംബരം നോക്കി, കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകളുടെ വലിയ വലുപ്പം നോക്കി, വീടും സ്ഥലവും തറവാടൊക്കെ നോക്കിയിട്ട് നീ ഒരാളെ തീരുമാനിച്ചാൽ ചിലപ്പോൾ നിനക്ക് വലിയ നഷ്ടങ്ങളായിരിക്കും വരിക. ആ കുട്ടിയുടെ, പെണ്ണിന്റെ, ആണിന്റെ ദീനീ ബോധത്തെ എന്റെ പരലോകത്ത് കൈപിടിച്ച് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് ദാമ്പത്യ ജീവിതം എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഹദീസ് പഠിപ്പിച്ചത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈമാൻ കിട്ടിയാൽ രണ്ടാമത് അവന് ലഭിക്കുന്ന ഏറ്റവും ഇസ്തിഫാദത്തുള്ള പ്രയോജനമുള്ള കാര്യം ഞാൻ പറയട്ടെ. മിൻ ഇംറഅത്തിൻ, ഒരു പെണ്ണിനെ കിട്ടലാണ്. ഹുസ്നത്തുൽ ഖുലുഖി, സ്വഭാവിയായ ഒരു പെണ്ണ്. തന്റെ ഭർത്താവിന്റെ വിഷമങ്ങൾ കണ്ടറിയുന്നവരാണ്. അയാളുടെ ജോലി, അയാളുടെ സാമ്പത്തികാവസ്ഥ, അയാളുടെ ബാപ്പയുടെ, ഉമ്മയുടെ കുടുംബങ്ങളെ ഒക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു സൽസ്വഭാവിയായ പെണ്ണ്. നന്നായി സ്നേഹിക്കുന്ന, നല്ല മക്കളെ കൊടുക്കുന്ന, നന്നായി പ്രസവിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടലാണ് ഈമാൻ കഴിഞ്ഞാലുള്ള ഏറ്റവും സൗഭാഗ്യമെന്ന് ഉമർ ഖത്താബ് തങ്ങൾ പഠിപ്പിക്കുക. ഇന്നും ജീവിച്ചിരിപ്പുള്ള സൗദി അറേബ്യയിലെ പണ്ഡിതനായ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ, നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കൂ. അദ്ദേഹത്തിന്റെ ദീനിയായ ധാരാളം അറബിയിലുള്ള ക്ലാസ്സുകളുണ്ട്. ഒരിക്കൽ അദ്ദേഹം രേഖപ്പെടുത്തിയ കിതാബിൽ കാണാം, ഇദാ തസവ്വജ റജുലു ഫി ഇംറഅത്തിൻ സ്വാലിഹത്തിൻ, നീ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, നല്ല സ്വാലിഹത്താണ്, നമസ്കാരമുള്ള, ദീനീ ബോധമുള്ള, അച്ചടക്കമുള്ള ഒരു പെണ്ണിനെ, ഫഇന്നഹു യഈഷു ഹയാതൻ മുൻസജിമ ഹത്താ ലൗ കാന ഫഖീറാ. എൻ്റെ ഇണ ഒരു ഫക്കീറായ മനുഷ്യനാണെങ്കിലും പെണ്ണൊരു സാലിഹത്തായ പെണ്ണാണെങ്കിൽ നല്ല യോജിപ്പുള്ള, അടിപിടിയില്ലാത്ത, ശണ്ട കൂടാത്ത, വഴക്കില്ലാത്ത ജീവിതം നിനക്ക് കാണാം. നിന്റെ ഇണ ഈമാനുള്ള സാലിഹത്തായ ഒരു പെണ്ണാണെങ്കിൽ. അല്ലെങ്കിലോ കോടികൾ കൊണ്ടുപോയി വീട്ടിൽ എറിഞ്ഞു കൊടുത്താലും ഒരു നന്ദി വാക്ക് പോലും പറയാത്തവളായി മാറും. ഹദീസുകളിൽ പറഞ്ഞ വിശദീകരണങ്ങൾ നമുക്ക് കാണാം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ലോക പ്രശസ്ത ഫിഖ്ഹി പണ്ഡിതനായ, അദ്ദേഹത്തിന്റെ ധാരാളം കിതാബുകൾ പഠിച്ചവരാണ് നമ്മളെങ്കിൽ ആ കിതാബുകളിൽ അദ്ദേഹം രേഖപ്പെടുത്തുക, എനിക്ക് ചില കൂട്ടുകാരുണ്ട്, ആ കൂട്ടുകാരന്മാരുടെ പ്രത്യേകത തസവ്വജ്, അവർ വിവാഹം കഴിച്ചു, തസവ്വജ്തു, ഞങ്ങൾ വിവാഹം കഴിച്ചു, ലഅസൂന ദീനി, എന്തിനാ കല്യാണം കഴിച്ചെന്നറിയോ? ഈ തെറ്റായ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നല്ല ഒരു ജീവിതം നയിക്കണം, നല്ല ദീനിയായി മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുമ്പോഴാണോ കല്യാണത്തെ പറ്റി ആലോചിക്കുക. അങ്ങനെ കല്യാണം കഴിച്ചു, എന്നിട്ട് അവൾക്ക് ദീനില്ലാതെ പോയാൽ, പെൺകുട്ടിക്ക്, ഇണക്ക്, ഭർത്താവിനാവട്ടെ ഭാര്യക്കാവട്ടെ, ദീനില്ലാതെ പോയാൽ ഫദഹബ ദീനീ, എന്റെ ദീനും പോയി. ഇവള് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതോടെ പിന്നെ നമ്മളെത്തുണ്ടായിരുന്ന ഈമാൻ വരെ പോകാൻ തുടങ്ങും. നമ്മൾ നമസ്കാരത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഒരു ഈമാന്റെ അടയാളം ഉണ്ടാകാൻ അവൾ സമ്മതിക്കൂല. വദീന ഉമ്മി, അവള് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതോടുകൂടി എൻ്റെ ഉമ്മാന്റെ ദീനും പോയി. കൂടെ ജീവിക്കുന്ന ആള് ഉമ്മയാണ്, ഉമ്മാന്റെ ദീനും അദ്ദേഹം അവർ തടഞ്ഞു വെക്കും. വദീന ജീറാനി, എൻ്റെ അയൽവാസികളുടെ ദീനും കളഞ്ഞു കുളിച്ചു, എല്ലാം കുട്ടിച്ചൊറക്കി നശിപ്പിച്ച് കയ്യിൽ കൊടുക്കും. ഇവിടെയാണ് നമ്മളോട് വിവാഹം കഴിയുന്ന ഇണകളെപ്പോലും നമ്മൾ ശ്രദ്ധിക്കണം, ഈമാനുള്ളവരാകണം.